വല്ലാത്ത ചൂട് തന്നെ. എന്തായാലും നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുള്ളവരോ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. നിങ്ങൾ വണ്ടി എടുക്കുമ്പം ഉറപ്പായിട്ടും നല്ല ടെക്നീഷ്യന്റെ അടുത്ത് നല്ല മെക്കാനിക്കിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് തന്നെ ആയിരിക്കും വണ്ടി എടുക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നമുക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എട്ടിന്റെ പണിയും കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കുന്ന 0 കിലോമീറ്റർ എന്നുള്ള കാൽക്കുലേഷനിൽ നമ്മൾ പോയിട്ട് എഞ്ചിൻ ഓയിൽ മാറുക എന്നുള്ളതാണ്. നമ്മളൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നോ എവിടെ നിന്നും ആയിക്കോട്ടെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഓയിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഓയിലായിട്ട് തോന്നാനും സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോൾ അത് പുതിയ ഓയിൽ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ അറിവിൽ ഇല്ലാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഓയിൽ ട്രീറ്റ്മെന്റുകളുണ്ട്. ചില വണ്ടിക്ക് എഞ്ചിന് വല്ല പ്രോബ്ലമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് സ്റ്റോപ്പ് സ്മോക്ക് ഓയിൽ പോലുള്ള ഓയിലുകൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. നമ്മൾ അതിന്റെ 4000-5000 കിലോമീറ്റർ ഓടിയതിനു ശേഷമായിരിക്കും അങ്ങനെ ഒരു പണി ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നത് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ മസ്റ്റായിട്ട് ഓയിൽ മാറിയിരിക്കണം. എഞ്ചിൻ ഓയിൽ പോലെ തന്നെ മസ്റ്റായിട്ട് മാറേണ്ടതാണ് നമുക്ക് ഗിയർ ഓയിൽ. അല്ലെങ്കിൽ ഗിയറിന് എന്തെങ്കിലും പണിയുണ്ടെങ്കിലും നമ്മൾ അറിയാതെ പോകും. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വണ്ടിയുടെ എയർ ഫിൽറ്ററും അതുപോലെ തന്നെ AC-യുടെ ഫിൽറ്ററും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മൈലേജിനെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു വണ്ടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വണ്ടി എടുക്കുന്ന അന്നത്തെ ദിവസം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 8ന്റെ പണിയോ 16ന്റെ പണിയോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ആർക്കും ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ സേവും ചെയ്ത് വെക്കരുത്. പിന്നീട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ.